ഹായ് ഫ്രണ്ട്സ്, യുണീക്ക് ഡൈൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. ഇവിടെ ഞാൻ 1/2 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. പാലൊന്ന് നമുക്ക് തിളക്കാൻ വേണ്ടി വെക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം മതിയാവും സാധാരണ കൺസിസ്റ്റൻസി ആണെങ്കിൽ. ഇതിപ്പോൾ ഇച്ചിരിയും കൂടെ കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. സോ ഒരു 2.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ പാല് നേരത്തെ ചൂടാക്കാൻ വെച്ച പാലിൽ നിന്ന് എടുത്തിട്ട് കട്ടയില്ലാണ്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പാല് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ കസ്റ്റർഡ് ചേർത്ത് കൊടുക്കാം. മെല്ലെ ഇളക്കി യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കാം. കട്ട പിടിക്കാൻ അനുവദിക്കരുത്. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ കസ്റ്റർഡിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഫ്രൂട്ട്സ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പോളം പൈനാപ്പിൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒരു ഗ്ലാസും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാരയുടെയും പൈനാപ്പിളിൻ്റെ ഒക്കെ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും. അതിൽ തന്നെ കിടന്ന് വെന്തോളും. അപ്പം നന്നായി വേവിച്ചെടുത്തതിന് ശേഷം പ്രത്യേകിച്ച് ആ ക്ലോസ് എടുത്തൊന്ന് മാറ്റാം. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആപ്പിൾ ചേർത്തിട്ടുണ്ട്. ഒരു ഹാഫ് ചെറിയ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു അനാറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സ്, റൈസിൻസും കാഷ്യൂസും അതുപോലെ തന്നെ ഈത്തപ്പഴവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എല്ലാം ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് ഫ്ലെയിം നേരത്തെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഹാഫ് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണോളം ഫ്രൂട്ട്സ് എടുത്ത് അതിൻ്റെ മേലേക്ക് കസ്റ്റർഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നൊരു ഡിഷാണ്. റംസാനും അതുപോലെ തന്നെ ചൂടൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു.